ഏതായാലും വി ഡി സതീശൻ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ നിയമസഭയിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഗവർണർ ആർലേക്കർ അദ്ദേഹം കൃത്യസമയത്ത് തന്നെ എത്തി. പതിവ് പോലെ സംഭവ ബഹുലമായ ഒരു പരിപാടിയായിരുന്നു. പല കാര്യങ്ങളുണ്ടായിരുന്നു. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിയമസഭയിൽ ആദ്യമായിട്ട് മറ്റേ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അരങ്ങേറി അദ്ദേഹം. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആദ്യമായി നിയമസഭാംഗങ്ങളായ കുറേ പേരുണ്ട്. അവരാണ് ഇന്നാണ് ശരിക്കും നിയമസഭ നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് കിടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട. അവരുടെ കൂടെ രവതാ ചന്ദ്രശേഖരൻ വന്ന DGP സിവിൽ ഡ്രസ് വിട്ട് കയറി യാതൊരു വിവരവും ഇല്ലാത്ത ആൾക്കാരെ പോലാണ് നമ്മുടെ പോലീസ് മേധാവിയുടെയൊക്കെ കിളി പോയിരിക്കുകയാണ്. അതാണ് കാര്യം. കാരണം നിയമസഭ നമുക്ക് അവിടെ നിയമസഭയ്ക്കകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അല്ലാത്തവർക്ക് പുറമേ നിന്നുള്ളവർക്ക് അതിനകത്ത് കയറാനും ഒക്കെ തന്നെ പരിമിതികളുണ്ട്. ഇരിക്കാനൊന്നും പറ്റില്ല അതിനകത്ത്. അവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല നിയമസഭയിൽ ഇപ്പുറത്ത് നിന്ന് ഇരിക്കാനൊന്നും ഇത് ഗവർണറുടെ കൂടെ ഒരു കാരണവശാലും കയറാൻ പാടില്ല. ഗവർണറുടെ ADCക്ക് വരാം. അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതല്ലാതെ സംസ്ഥാന DGPക്ക് അത് യൂണിഫോം പോലും ഇടാതെ അദ്ദേഹം മഫ്തി ഡ്രസ്സിൽ നിയമസഭയ്ക്ക് അത്ര കയറി നടക്കുകയാണ്. അതെ, അതാണ് അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പൗരബോധം. എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന നിയമസഭയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നുള്ളത് അയാൾക്ക് പിണറായിയാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ബോധനെ ഈ ക്ലിപ്പിൽ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം അതൊരു ചെറിയ വിവാദം. അത് കൂടാതെ വന്ദേമാതരം ഇത്തവണ സതീശൻ എന്തോ കുറച്ചില് പോലെ അല്ലേ? അതെ, അതായത് വന്ദേമാതരം കഴിഞ്ഞ തവണ പാടി വെട്ടിലായി പോയി പുള്ളി എന്നിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയാണെന്നുള്ളത്. അതായത് നാട്ടുകാർക്ക് വേണ്ടി അല്ല, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, പ്രതിപക്ഷത്തെ ഭയന്നിട്ടാണ് സതീശൻ വന്ദേമാതരത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. വന്ദേമാതരം എന്നേ പറയാമോ, വന്ദേ ഭാരതം എന്ന് പറയാം. നമ്മുടെ KU ജനീഷ് കുമാർ കോന്നി MLA കഴിഞ്ഞ ഒരുപാട് സ്ഥലത്ത് വന്ദേ ഭാരത് ട്രെയിൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരിക്കും. അതായിരിക്കും. അപ്പൊ എന്തായാലും അതിനുശേഷം നമ്മളിന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു. പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖം. പത്രസമ്മേളനത്തിൽ അദ്ദേഹവും പൂക്കിയാകാനുള്ള ശ്രമമാണ്. സതീശൻ പൂക്കിയായെന്നും പറഞ്ഞ് എല്ലാവർക്കും വലിയ കലിപ്പാണ്. ഇനി പിണറായി ഒരു പൂക്കിയായിട്ട് എന്നുള്ള ഇതിലാണ്. എന്താണെങ്കിലും ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം അതിർത്തനാണ്. നയപ്രഖ്യാപനം ഉദ്ദേശിച്ച പോലെ വന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എതിർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സ് ശ്രദ്ധിച്ചായിരുന്നോ? അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളിൽ 1000 രൂപയുടെ വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ 3000 രൂപ കിട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അത് വേറൊരു കാര്യം. ഇതുവരെ ഈ തവണത്തെ പെൻഷൻ മുടങ്ങിയതിന്റെ അതിന്റെ പേരിൽ LDF CPMകാർ സൈബർ സഖാക്കൾ ട്രോളുമായിട്ട് പോസ്റ്ററായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം 3000 രൂപ ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ സ്വാഗതാർഹമാണ്. ആ 3000 രൂപയുടെ ക്ഷേമ പെൻഷന് നമ്മുടെ വയോജനങ്ങളുണ്ട്, വിധവകൾക്കുണ്ട്, അങ്ങനെ കർഷക തൊഴിലാളികൾക്ക് എല്ലാവർക്കും അത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതായത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നത് ഇതാണ്. പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടികൾ പൂർണ്ണമായും നടപ്പാക്കും എന്നാണ് വേറൊരു പ്രസംഗം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി, അത് നല്ല പദ്ധതിയാണ്, നല്ല കാര്യമാണ്. അതായത് 25 ലക്ഷം രൂപ വരെ കിട്ടും അല്ലേ? അതെ, ഈ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള അതുപോലെ വേറൊരു സ്ത്രീപക്ഷ നീക്കമുണ്ട്. 2 സ്ത്രീപക്ഷ പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്ന്, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ, അതായത് പെൺകുട്ടികൾക്ക് ആർത്തവ അവധി 3 ദിവസം. നല്ല കാര്യമാണ്. അപ്പം ഈ 3 ദിവസം ആർത്തവ അവധി കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇവരുടെ ഈ മുടങ്ങിപ്പോകുന്ന 3 ദിവസത്തെ അധ്യയനം അത് കവർ ചെയ്യാൻ 3 ദിവസം ഇവർക്ക് പ്രത്യേക ക്ലാസ്സുകൾ നൽകും. എത്രത്തോളം പ്രായോഗികമാകും എന്ന് യാതൊരു നിശ്ചയവുമില്ല. കാരണം എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം അല്ലല്ലോ ഈ ആർത്തവം എന്ന് പറയുന്നത്. അതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും വേണ്ടി അത് എത്രത്തോളം അതിനകത്ത് അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവധി കൊടുക്കുന്നത് ശരിയാവും. രണ്ടാമത്തെ ക്ലാസിന്റെ കാര്യത്തിലാണ് പ്രശ്നം. പിന്നെ മാത്രമല്ല ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഇളവ് കൊണ്ടുവന്നാൽ ആദ്യം അതിനെങ്ങനെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്കെല്ലാം 1000 രൂപ വീതം പ്രതിമാസ ധനസഹായം 1000 രൂപ. അപ്പം അതും സ്ത്രീപക്ഷമാണ്, 2 സ്ത്രീപക്ഷമാണ്. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി കേസ് പ്രതികളുടെ സ്വത്ത് കണ്ടെത്തുക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരി കേസ് പ്രതികളുടെ സ്വത്ത് കണ്ടെത്തും. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അപ്പോൾ അതുപോലെ ആരോഗ്യ മേഖലയിൽ ചെലവ് കുറഞ്ഞതും എന്നാൽ അത്യന്താധുനികവുമായിട്ടുള്ള
ചികിത്സാ സമ്പ്രദായം കൊണ്ടുവരിക. +1 സീറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. +1 സീറ്റ് വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഉള്ളത് ആർത്തവാവധി നമ്മൾ പറഞ്ഞു. അതുപോലെ സ്വകാര്യ മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി അത് നല്ല അത് കാര്യമാണ്. നിർബന്ധമാണ്. അത് കൊള്ളാം. അത് രണ്ടു കൂട്ടരും, സർക്കാരിന് മാത്രമല്ല സ്വകാര്യ മേഖലയിലും അത് അനുവദിക്കും. പിന്നെ മുതിർന്ന പൗരന്മാർക്കായി വയോമിത്ര പദ്ധതി, ഓൾറെഡി വയോജനക്ഷേമ വകുപ്പ് പറഞ്ഞു. ഇതിനകത്ത് വേറെ ഒന്നുള്ളത്, അത് നല്ലൊരു നീക്കമാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അതും അറിയില്ല. ഡിമെൻഷ്യ ബാധിതർക്കായിട്ട്, അതായത് മറവിരോഗം ബാധിച്ചവർക്കായിട്ട് ഡേ കെയർ സെൻ്ററുകൾ, അതായത് നമ്മൾ കൊച്ചു കുട്ടികളെ കൊണ്ട് ഡേ കെയർ സെൻ്ററിലാക്കിയിട്ട് പോകുന്ന പോലെ ഇവരെയും അങ്ങനെ. അതൊരു ആശയം നല്ലത് തന്നെയാണ്. എത്രത്തോളം പ്രായോഗികമായൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഇന്നത്തെ ഈ നയപ്രഖ്യാപനത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ വളരെ നല്ലതാണ്. പക്ഷേ ഇത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ചോദ്യം. അതാണ് വേറെ ഒന്നുള്ളത്. ഈ ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എക്സൈസ് വകുപ്പ് പൂർണ്ണമായി നവീകരിച്ച് മദ്യാസക്തി കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും. നടക്കുന്ന കാര്യമേ അല്ല. മദ്യാസക്തി കുറയ്ക്കുമ്പോഴായിരിക്കും കഞ്ചാവിനോടുള്ള ആസക്തി, സിന്തറ്റിക് ഡ്രഗിനോടുള്ള ആസക്തി, അങ്ങനെയൊക്കെ നിരോധിച്ചതിന് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ വീണ്ടും വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്. അതുപോലെ ഈ IT വകുപ്പില്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി, അതിൻ്റെ പേര് മാറ്റുകയാണ്. IT ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. അതുപോലെ IT മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷനാക്കി മാറ്റും. അതൊക്കെ പേരിലെ ഒരു മാറ്റമാണ്. പിന്നെ ഉള്ളതെല്ലാം കർഷകക്ഷേമ പ്രഖ്യാപനങ്ങൾ. അതായത് ഇത് താങ്ങുവില റബ്ബറിൻ്റെ ഉയർത്തും, മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം, സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായിട്ട് സ്പൈസ് പാർക്ക് നേരത്തെ ഉള്ളതല്ലേ. പിന്നെ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം, സഹകരണ മേഖലയിലെ തട്ടിപ്പ് ഒഴിവാക്കും. സഹകരണ മേഖലയിൽ തട്ടിപ്പ് ഒഴിവാക്കണമെങ്കിൽ നിലവിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നു, കേരളത്തിൽ 100 സഹകരണ ബാങ്കുകൾ ഉണ്ടെന്ന് കരുതുക. അതിൽ 2 എണ്ണം ഓരോന്ന് വീതം LDF UDF അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തട്ടിപ്പ് നടത്തും. ബാക്കി 98 എണ്ണവും തട്ടിപ്പ് നടത്തുന്നത് ഇവിടുത്തെ CPM ആണ്. എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിൽ എത്ര സഹകരണ ബാങ്ക് എന്തൊക്കെ നന്നായിട്ട് രീതിയിൽ പ്രവർത്തിച്ച് സഹകരണ ബാങ്ക് ഉണ്ടോ അതെല്ലാം നമുക്ക് കരുവന്നൂർ നമുക്കറിയാം അല്ലേ. അതെ, കരുവന്നൂർ ഇപ്പോഴും ആളുടെ പൈസ കിട്ടാതെ അലയുന്നുണ്ട് പലരും. അതെ, അതുപോലെ ഈ നമ്മുടെ ഈ പത്തനംതിട്ടയിലെ ജില്ലയിൽ മൈലപ്ര, അതുപോലെ പിന്നെ പഴകുളം, അങ്ങനെ കുറേ ബാങ്കുകളിലെ തട്ടിപ്പുകൾ നമുക്കറിയാമായിരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട നീക്കം, അന്താരാഷ്ട്ര ചലച്ചിത്രമേള കേരള ഒട്ടാകെ വ്യാപിപ്പിക്കുക, IFFK. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതായത് IFFK സാധാരണ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓരോ വർഷം ഓരോ സ്ഥലത്തേക്ക് മാറ്റുമായിരിക്കും. പണ്ട് അങ്ങനെ ആയിരുന്നു, ഓരോ സ്ഥലത്തായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനെ വന്നപ്പോഴാണ് അദ്ദേഹമാണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചത്. കാരണം ഇന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം തിയേറ്ററുകൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ്. അതെ, എറണാകുളത്ത് പോലും പല തിയേറ്ററുകളും പോയി കഴിഞ്ഞു. അതുപോലെ അവിടെ പല തിയേറ്ററും പല സ്ഥലത്താണ്. തിരുവനന്തപുരം സംബന്ധിച്ചുള്ള ഒരു ഏരിയ തന്നെ പ്രധാനപ്പെട്ട തിയേറ്റർ എല്ലാം ഉണ്ട്. തിരുവനന്തപുരത്ത് നടത്തുന്നതിൻ്റെ ഒരു പ്രായോഗികത എന്ന് പറയുന്നത് അന്ന് അടൂർ പറഞ്ഞത് വളരെ കൃത്യമാണ്. മറ്റു പല നഗരങ്ങളും ഇപ്പോൾ തിയേറ്ററുകളിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടാണ് പല തിയേറ്ററുകളും അടച്ചുപൂട്ടുന്നത്. കോഴിക്കോട്ട് തിയേറ്റർ അടച്ചുപൂട്ടുന്നത്, പ്രധാനപ്പെട്ട തിയേറ്ററുകൾ പോലും അടച്ചുപൂട്ടുകയാണ്. അപ്പോൾ ഇതെത്രത്തോളം പ്രായോഗികമാകുന്നതല്ല. മാത്രമല്ല ഈ ചലച്ചിത്ര അക്കാദമി ജീവനക്കാർക്ക് അവർക്ക് ഇരിക്കാൻ പദ്ധതിയില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊണ്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തണമെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അല്ല, ഓരോ വർഷവും ഈ ഫിലിം ഫെസ്റ്റിവൽ ജില്ലാതലങ്ങളിൽ നടത്താം എന്നുള്ളത് വിജയിപ്പിക്കാമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ പത്തനംതിട്ട. കാരണം ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി, അത് ഞാൻ അതിന് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഫിലിം സൊസൈറ്റി അന്നത്തെ കഴിഞ്ഞ വർഷം അത് LDFൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം വളരെ വിഷനുള്ള ആളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലൂമിയർ ലീഗ് എന്ന് പറയുന്ന ഫിലിം സൊസൈറ്റി പത്തനംതിട്ടയിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFP എന്ന് പറഞ്ഞ് നടത്തി. ഒരെണ്ണം നടത്തി, രണ്ടാമത്തെ നടത്താൻ നേരത്തേക്ക് ഭരണം മാറി. ഇപ്പോൾ വന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഭരണസമിതി യാതൊരു രക്ഷയില്ല. അവർക്ക് അതിനകത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളതെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കിയതായിരുന്നു, പക്ഷേ അത് നടന്നില്ല. എന്താണെങ്കിലും ഇത് നടക്കാതിരിക്കാനൊന്നുമില്ല, എവിടെ വേണേലും നടത്താം. ഞങ്ങൾ നല്ല കൃത്യമായിട്ട് 3 ദിവസം നല്ല രജിസ്ട്രേഷനോട് കൂടി നല്ലപോലെ ഡെലിഗേറ്റ്സ് വന്ന് നടത്തിയതാണ്. അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ. ഏതായാലും ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞു ഈ വന്ദേ മാതരം പകുതി വെച്ച് നിർത്തി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അതൃപ്തി അറിയിച്ചു. അദ്ദേഹം സ്പീക്കറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു എന്നാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു വന്ദേ മാതരം പാടുകയായില്ലായിരുന്നു, അത് ബാൻഡായിരുന്നു. ഈ ബാൻഡിൽ അന്ന് ഇത് ഓൾറെഡി ഫുള്ള് പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷെ സതീശൻ കടുംപിടുത്തം പിടിച്ചു എന്നാണ് പുറത്ത് പറയുന്നത്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സതീശൻ നമ്മൾ അങ്ങനെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അതിനകത്ത് എന്താണ് തെറ്റുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
ഇവർ ഈ ഇന്ത്യയുടെ ഒരു ദേശീയ ഗാനം, ആ ദേശീയ ഗാനം ചൊല്ലുന്നതിൽ എന്തിനാണ് നമ്മൾ നാണിക്കുന്നത്, അല്ലെ എന്തിനാണ് അതിനകത്ത് ഇത് വർഗീയത വളർത്തുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വർഗീയത വളരാതിരിക്കുകയാണല്ലോ. വർഗീയത ഒട്ടുമില്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത്. ഏറ്റവും കൂടുതൽ വർഗീയത വളർത്തുന്ന ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള BJP പോലും ഉള്ളത്. നമുക്കറിയാം അത് കൃത്യമായിട്ടൊക്കെ പേരെടുത്തല്ലേ ഇവർ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരെ കൊണ്ടിരുത്തി ഇവിടുത്തെ മുസ്ലിങ്ങളെ തെറിവറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് CPM. അവരേനെ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനക്ഷേമ പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ജനക്ഷേമപരമായിട്ടുള്ള ഈ പ്രഖ്യാപനം കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ വാ ഏറെക്കുറെ അടഞ്ഞു.